ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ മുട്ട ആയിട്ടില്ല. അപ്പോ നമ്മള് ഇന്ന് നമ്മുടെ ഇവിടെ അപ്പൊ നമ്മുടെ അവിടെ ഇന്ന് തെയ്യാണ് ഗായ്സ്. അപ്പോ രാവിലെ തന്നെ എന്തുട്ടാ അവിടെ ശബ്ദം, അടിപൊളി ബഹളാണല്ലോ. രാവിലെ തന്നെ നമ്മൾ അടുക്കളയിലാണ്. അഞ്ചു പണി എടുക്കാണ്. അഞ്ചു മാത്രമല്ല കേട്ടോ, ഞാൻ മുട്ട പുഴുങ്ങായിട്ടുണ്ട്. മുട്ട ആയിട്ടില്ല കേട്ടോ, മുട്ട ആയെങ്കിൽ മാത്രമേ തരുള്ളൂ. ഇപ്പൊ തിളച്ചിട്ടും കൂടി ഇല്ല മുട്ട. നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒപ്പം തന്നെ തെയ്യത്തിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, വാ. രാവിലെ തന്നെ ഞാൻ ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മുട്ട പുഴുങ്ങാട്ടുണ്ട്. അഞ്ചു ചോറ് വെക്കാനായിട്ട് ചോറ് ഇതാക്കാണ്. ചിക്കനും മീനും കഴുകാൻ വെച്ചിട്ടുണ്ട്. രാഹുൽ ചേട്ടൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ചൊറിയാൻ തുടങ്ങിയതാണ്. ഇതുവരെ ചൊറിച്ചിൽ നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എന്തിട്ടായിരുന്നു പിന്നെ കേബേജിൻ്റെ സബോള ഇതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ കേബേജ് ഉപ്പേരി കാര്യങ്ങളൊക്കെയാണ്. അപ്പം അഞ്ചുവിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ബാക്കി വിശേഷം അറിയാം. അവളുടെ അടുത്ത് പോകാം. അഞ്ചു വന്നു. അഞ്ചു അതേ കുളിച്ചിട്ടില്ല എന്ന് പറയാൻ പറഞ്ഞു. കുളിച്ചിട്ടില്ലല്ലോ, കണ്ടാ തോന്നില്ല. അതോടെ ഞാൻ പറഞ്ഞ കുളിച്ചിട്ടില്ല എന്ന് പറയാൻ. നൈറ്റ് തിരിച്ചിട്ടേക്കാണ് ഗൈസ്. പിന്നെ വാവ്, നൈസ്. ഇന്ന് എന്തൊക്കെയാണ് അഞ്ചു സ്പെഷ്യൽ നിന്റെ വക? ആ മഞ്ഞ കളർ സ്പെഷ്യലാണ്. ഇവിടെ ഒരാളെ വീഡിയോ കാണിച്ചു തരാൻ പറ്റാത്ത കോലത്തിലാണ് രാഹുൽ ചേട്ടൻ. ശരി, നിർത്തിയിട്ടുള്ള അരിയിലെടുത്ത് ആ വെള്ളത്തോണ്ട് ഞാൻ അരി കഴുകണേ. അങ്ങനെ വയറിൽ ഒരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വയറലായിട്ടുള്ള ബെഡ്ഷീറ്റ്. എന്നിട്ട് അത് ഡാമേജ് ആയിട്ട് മീഷോയിലെ ചേട്ടൻ കൊണ്ടുപോയി. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നിന്റെ തല അടിച്ച് തിരിക്കടി കള്ളി. ഇവിടെ ഒരാളിരിക്കുന്നത് നത്ത് പോലെ. ഹേയ് നത്ത്, നത്ത് ഹായ്. രാവിലെ ഹായ് പറ. മിണ്ടാനല്ലേ ആ മിണ്ടാത്തന്റെ യൂട്യൂബ് മാറ്റിയാ പറയാ. എന്നെന്തോ ഇഷ്ടം മാറ്റി പറഞ്ഞോ. യൂട്യൂബില് ഈ വീഡിയോ ഇടുന്നോണ്ടാ എന്റെ ജീവനാണോ? ജീവന്റെ ജീവൻ. അതെ, രണ്ടടി രാഹുലും രണ്ടടി അഞ്ചൂരും. അത് ഞാൻ ഉപേക്ഷിക്കട്ടെ, വേഗം ഉപേക്ഷിച്ചു. പണികള് ചെയ്യും. ഇഡ്ലി കഴിക്കുമ്പോ മീഷോയിലെ ചേട്ടൻ വന്നു. നാളികേരം ചെറുകാൻ. അഞ്ചു വാട്ട് യു മീൻ? നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്ക് മണിയറയാക്കാം. ചിക്കൻ മര്യാദക്ക് വെട്ടിക്കൊണ്ടുവരാൻ പറയണ്ട. അയാള് വെട്ടാണ്ട് ഭവാനിയുടെ പോലെ ചിക്കന്റെ അത് കേൾക്കണു. കയ്യിൽ ഇതാണ് ഞാൻ ഓഫ് ചെയ്യാനാ. എന്താണ് കിസാഡ? ഇതാണ് ചിക്കന്റെ ഹിസാഡ്. ഇതെന്താന്ന് വെച്ചാൽ തീറ്റ സഞ്ചി. ഈ പുറത്ത് കാണുന്നത് ഫാറ്റ് ആണ്. കാക്കകൾ ഇരിക്കുന്നു. ഇരുന്നോട്ടെ. ഈ ഫാറ്റിന്റെ കൂടെ ഇതിന്റെ ഫീഡ് ആയിട്ടുള്ള ആ സംഭവങ്ങളും ഒട്ടിപ്പിടിച്ചിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത് റിമൂവ് ചെയ്യുന്നു, കാക്കയ്ക്ക് കൊടുക്കുന്നു. കാക്കടി ഉണ്ടാക്കുന്നു, കാക്കകൾ തല്ലുണ്ടാക്കുന്നു. അത് കണ്ട് നമ്മൾ എൻജോയ് ചെയ്യും. ഇപ്പൊ നമ്മള് എന്ത് കണ്ടുപിടിച്ചു? തീറ്റ. ഇനി നമ്മൾ ഇനി ഇതാണ് വിങ്സിന്റെ ഭാഗമാണിത്. ഇത് നമുക്കൊരു ലോലിപോപ്പ് ആക്കിയാലോ? എങ്ങനെയാണെന്ന് കാണാം. ഈ ഭാഗം കട്ട് ചെയ്യാം. അതിനുശേഷം ഇതിങ്ങനെ തുറന്നു കൊടുക്കുക. തുറന്നു കൊടുത്തിട്ട് ഈ കട്ട് ചെയ്തതിൻ്റെ ഭാഗവും ഇങ്ങനെ ആക്കിയിട്ട് ഫുള്ള് മീറ്റ് മുകളിലേക്ക് ലോലിപോപ്പ് ആക്കാൻ പോവാ. ലോലിപോപ്പ് അമ്മാട്ടി വന്ന് തിരിക്കും. ഇതിങ്ങനെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്തത് പോകേണ്ടതാണ്. ഈ ചിക്കൻ ഭയങ്കര മുറ്റാണ്. ഇങ്ങനെ ഫുള്ള് മുകളിലേക്ക് ആക്കിയിട്ട് ഈ ഒരു എല്ല് നമ്മൾ മാറ്റിയെടുക്കുക. എന്നിട്ട് ഈ ഒരു പീസ് ചുരുട്ടിക്കഴിഞ്ഞാൽ എന്തായി? ലോലിപോപ്പായി. അങ്ങനെ വിങ്സിന്നാണ് ലോലിപോപ്പ്. ശരി, വിങ്സ് കാക്ക എടുക്ക്.
ഇവള് ഇത് തുടങ്ങട്ടെ, എനിക്ക് വേറെ പണികളുണ്ട് ഗൈസ്. ഇതാണ് ചിക്കന്റെ ലിവർ. എന്താന്നറിയോ? ഇത് ചിക്കന്റെ ഹാർട്ടാണ്. ഇവിടെ ചിലവരൊക്കെ പറയണത് ഇത് ചിക്കന്റെ വേറൊരു സാധനമാണെന്നാണ് ലോകര് മൊത്തം ഞാനടക്കം പറഞ്ഞു തരുന്നത്. എന്നാൽ ഞാൻ വർക്കിന് പോയി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദിസ് ഇസ് നോട്ട് ദാറ്റ് തിങ്. ഇത് ഞങ്ങൾ തിന്നാറ് പോലും ഇല്ല. അതായത് ഇതിനെ ഞാൻ സുന്നത്ത് നടത്താറുണ്ട് ഇങ്ങനെ. ദൈവമേ, അതിനർത്ഥം എന്താ? ഓ, ആ ചിക്കൻ മൂത്ര വയ്ക്കണ ഭാഗം പോയി, ഇനി ഇതെല്ലാവർക്കും തിന്നാൻ കൊടുക്കാമെന്നായിരുന്നു. ഇതാണ് ഹാർട്ട്. ഇത് ചിക്കന്റെ ഹാർട്ട്. നടത്തിയേ അതായത് പണ്ടേയുള്ള ശീലം ഈ തുമ്പ് ഭാഗം വെട്ടിക്കളയും. അപ്പൊ അപ്പൊ എന്താ, ചിക്കൻ യൂറിൻ പാസ് ചെയ്യണ ഭാഗം ക്ലിയർ ആയല്ലോ. അതായിരുന്നു എന്റെ ചിന്ത. പക്ഷെ ഇതാണ് ഹാർട്ട് കേട്ടാ. ഇത് ഹാർട്ടിന്റെ ഉൾഭാഗം തുറന്ന് കാണിച്ചത്, എല്ലാ വെസൽസും നിറഞ്ഞ്. ഇതാണ് ഹാർട്ട്. ഇതിനുള്ളിലും ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അതെ, ഇതാണ് ചിക്കന്റെ ലിവർ. ഇഷ്ടമാ. ഈ ലിവർ കുറേ പേർക്ക് ഇഷ്ടം. ബ്ലഡ് ഒക്കെ വെക്കാൻ ബെസ്റ്റ് ഇതാ. ബ്ലഡ് വെക്കാന്നല്ല കേട്ടോ, എനർജി ബേസ് ഒക്കെ ഉദ്ദേശിച്ചത്. ഇവിടെ ഒരു സാധനം തൂങ്ങി കിടക്കും, ഒരു പച്ച കളർ. അതാണ് ബൈല്. ഇവിടെ ഉണ്ടാവും ബൈല്. അത് അവര് റിമൂവ് ചെയ്തെടുത്തില്ല. അത് പൊട്ടിയാലാണ് കനപ്പ് എന്ന് പറയും. അത് പൊട്ടിയത് കക്കും. ബൈൽ എന്താന്നുണ്ടെങ്കിൽ ഇതിന്റെ ദഹനം സഹായിക്കണതാണ് ബൈല്. മതിട്ടാ മക്കളെ. ചിക്കനെ കുറിച്ച് ABCD അറിയാനില്ലേ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോയി മിറ്റ അടിക്കാണ്ട് ഞാൻ കാണിച്ചു തരാം. ഒരു മിറ്റമ്പ ഫ്രണ്ട് ഭാഗത്ത് ചാമ്പയ്ക്ക. എൻ്റെ ദൈവമേ, ചാമ്പയ്ക്ക് വീണെടുക്കണം. എന്നെ അടിച്ചു വരും. എന്നിട്ട് പക്ഷേ രാവിലെ ആകുമ്പോഴേക്ക് ഇതാണ് കോലം. ആ കോലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കോട്ടഞ്ചോ ബൈ അവിടെ കോട്ട. ഞാൻ അടിച്ചു വരെ പോയ സാധനം നോക്കിയേ. ഇവിടെ നോക്ക് കേട്ടോ. ചാമ്പയ്ക്ക വീണ് 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 കുറേ പൊട്ടിച്ചു കൊടുത്തു. പക്ഷെ സാധനം ഇവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ട് പോകാൻ. നമുക്ക് വിറ്റടിക്കട്ടെ മക്കളെ. വയ്യ, ഞാനൊന്നും വയ്യ. ഞാൻ അടിച്ചല്ലേ പറ്റൂ. പണ്ട് ഞാൻ അസുഖം നന്നായി അടിക്കാറില്ല. നിങ്ങൾ ശരിക്കും അടിക്കാറിയാത്ത പോലെ അടിക്കരുത്. പക്ഷെ ഇതിങ്ങനെ അടിച്ചാലേ എങ്ങനെ വിറ്റടിക്കാന്നറിയോ? ഞാൻ കാണിച്ചു തരാം. ചിലവർക്ക് ഇങ്ങനെയാ. ചിലവരെങ്ങനെയാണ് കാണിച്ചത്? രണ്ട് പിടിക്കും. എന്റെ പൊന്നുമക്കളെ, അവയത്ത് കഴിച്ചത് എന്താ മിറ്റം മൊത്തം ചാമ്പയ്ക്ക് കിടന്നിരുന്ന കോലം നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലേ? ഇത് മൊത്തം ചാമ്പയ്ക്കാ. ആശീർവാദം ചാമ്പയ്ക്കണം എന്നൊക്കെ ചോദിക്കട്ടായിരുന്നു. ഇത് മുട്ടടിച്ച് കൊണ്ടുപോയി വഴിയിൽ. അയ്യേട്ടാ, അപ്പൊ ഞാൻ അടുത്ത പണിക്ക് പോവാ. കഴിച്ചു ഞാൻ ഗൈസുകള് ചിക്കനുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുണ്ടഴിച്ചൊന്നും തന്നെ കാണുമ്പോ ചോറൊക്കെ അരി വെച്ചിട്ടുണ്ട്. എനിക്ക് വയ്യാടാ ഗൈസ്. ഇനി നമുക്ക് എല്ലാം ആയി കഴിഞ്ഞിട്ട് കാണിച്ചാൽ അതായിരിക്കും നല്ലത്. സത്യത്തിൽ ഞാൻ മിറ്റടിക്കുമ്പോഴേക്കും തളർന്നു. ഈ നാളികേര ചിരകണങ്ങൾ എന്നെ കൂടി പണിയെടുപ്പിക്കാൻ പോവാ. നാളികേര ചിരകണം, അത് ചിരകണം, ഇത് ചിരകണം. ഓ ഒരക്കി ഇത്ര ഉള്ള 5 ചിക്കൻ. ആ പച്ചക്കറി നീലടി 10 കിലോ വാങ്ങിന്ന് പറഞ്ഞേ. ഒറ്റക്കല്ലം വെക്ക, ഒറ്റക്കല്ലം പുഴുങ്ങാതല്ലേ. നാളേക്കൊന്നും ചിന്ത വേണം. ഇത് നോക്കി അങ്ങനെ വെച്ചേക്കൂ. 5 ചിരകട 5 ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഞാൻ പൊതിച്ച് കഴിയുമ്പോഴേക്കും വയ്യാടായി. പൊതിച്ചെങ്കിൽ വെള്ളം കിട്ടി. എന്ത് വെള്ളം? ചിക്കനൊക്കെ ആവട്ടെ. ചിക്കനും മീൻകറിയും എല്ലാം ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാതെ നല്ലത്. അങ്ങനെ എന്റെ അമ്മ പോരാളി വന്നു. ഗ്യാസിനോടോ തരാൻ 5 ഗ്യാസിനോടോ കാക്കേനും പൂച്ചനും ഗ്യാസ്. പിന്നെ കാല് തട്ടണ ഏരിയകള്. ഇനിയിപ്പോ ഒരു മേശമ കാല് തട്ട മേശമ 2 ഇടിക്കും. അമ്മ ഇത്ര നേരം അമ്മ ജോലിക്ക് പോയി ഒരു 1/2 മണിക്കൂറോടെ പോയിരിക്കും. അപ്പഴേ ഞാൻ അടുക്കള വൃത്തിയാക്കി തരാം. ഞാൻ കാണിക്കോളാം. എനിക്കറിയാം. ഞാൻ പോയി കുളിക്കട്ടെ. വർത്താനായി പാടായി. അമ്മ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. നേരെ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു.
കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻകറി ടിവിയുടെ കോപ്പിറൈറ്റ് വരും. ഇവളിങ്ങനെ ഒരു തുറന്നേ തുറക്ക നന്നായിണ്ട്. ചിക്കൻ തന്നെയല്ലത് അല്ല മട്ടന്റെ. അങ്ങനെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് പോകണം. കൈസ് എന്നിട്ട് വേണം മുടിയൊക്കെ വന്ന് കെട്ടണം. അങ്ങനെ മീൻകറിയൊക്കെ റെഡി ആക്കിയിട്ട് ക്യാബേജ് പരിപാടി അവിടെ എവിടെ. അപ്പൊ നീ ഒന്ന് പോയി റെഡി ആയിക്കോ. ഞാൻ അപ്പോഴേക്കും പോയിട്ട് ഇവൾക്ക് ലെഗിൻസ് ഒക്കെ വാങ്ങണം. അതൊക്കെ കഴിഞ്ഞിട്ട് ശരിട്ടാ ലോക്കൽ അതൊക്കെ പൊളിയും. ഇവൾക്ക് കുറെ 200 രൂപയുടെ ലെഗിൻസ് ഇട്ടോടെ ഞാൻ പൊളിയാൻ പാടില്ല. 2 സ്റ്റെപ്പ് ഇടുമ്പോൾ ഇവൾക്ക് യൂണിഫോം ഒക്കെ ഉണ്ട് ഗൈസ്. ഇവിടുത്തെ തെയ്യത്തിന്റെ പന്തല് പണിയുടെ ഡ്രസ്സാ. പന്തല് വളച്ചേട്ടനകത്ത്. അതെ ഞങ്ങൾ എന്തായാലും പോയിട്ട് വരട്ടെ. എന്നിട്ട് കാണിച്ചു തരാം ഡ്രസ്സ് വന്നിട്ട്. ഡ്രസ്സ് മാറി നിൽക്കണം കേട്ടോ. ഞാൻ പോയി ഒരുമിക്കും. നിങ്ങൾക്ക് തരാളോ. ഇനി അവൾക്ക് പോയിട്ടുള്ള ലെഗിൻസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം എനിക്ക് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ ഗൈസ്. അങ്ങനെ കറികളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അവിടെ അമ്മൂമ്മയും വലിയമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തെയ്യം കാണിക്കാം അല്ലേ? അതല്ല നല്ലത്. തെയ്യം കാണട്ടെ ഇനി ഇവര്. എന്താണ് തെയ്യം, എന്താണ് തെയ്യത്തിന്റെ ഇവിടെ എന്തൊക്കെയോ. ഇവിടുത്തെ ഇലക്ഷന്റെ പ്രചരണത്തിന്റെ ഇതാണ് രാവിലെ മനുഷ്യനെ എണീപ്പിക്കുക. ജീസസ് ബസ് എങ്ങടാ നെഞ്ചെത്തിക്കുക. ഇതാണ് അച്ഛന്റെ കത്തി വേഷം. കണ്ടോ എങ്ങനെയുണ്ട് ഗൈസ്? അടിമുട്ടി എടുക്കാം ഞാൻ. പക്ഷെ കുഴപ്പമില്ല, കളർ രസമുണ്ട്. തയ്ച്ചത് രസമുണ്ട്. തയ്ച്ചതാ രസമുള്ളൂ. അതെ ഞാൻ പിന്നെ ഇവരുടെ ഇതിലൊന്നും പെടാത്തോണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ നോർമൽ. അഞ്ചോ എന്റെ ചെറുപ്പാണ്. ആരോട് ചോദിച്ചത് നീ അതെടുത്തിരിക്കേ? താരണ്ടതിന്റെ തലയിൽ നിന്റെ തലയ്ക്ക് പാരട്ടെ. നമ്മള് പരിപാടിക്ക് പോകാൻ കഴിച്ച് നമുക്ക് അവളെ ലെഗിൻസ് കൊണ്ട് 100 രൂപയ്ക്ക് എടുത്തരാ എന്നോട്. നിന്റെ അച്ഛന്റെ കടയാണുള്ളത്. ആര്? എന്റെ പൊട്ട് എന്റെ അതില് നാടുണ്ട് നിനക്ക്. എന്റെ കമ്മൽ കൂടി എടുത്തു വെട്ടി ഞാൻ വെച്ച് കൊല്ലും. എന്നെ കാണാൻ ഭംഗിയില്ലേ? പിടിക്ക് വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് പിന്നെ എന്താ ചോറ് കൊടുക്കും. അപ്പൊ നമ്മള് പരിപാടിക്ക് 5 രൂപ കണ്ടില്ല. 5 രൂപ 100 വട്ടം എന്റെ കമ്മലിടാൻ പോകണ്ട. അടുത്തത് ഒന്നുമില്ലല്ലോ. ഞാൻ അതെന്റെ പൊട്ട് വരെ കളി ആരോട് ചോദിച്ചാൽ എന്റെ പൊട്ട് കൊടുത്തിട്ടെ. മറ്റേ കണ്ണാടി കുത്തി വെച്ചാണ് പൊട്ടിന്ന് ഒരു പൊട്ട് ഞാനെടുത്ത് കുത്തി. അതൊരു ബോഡി ഗാർഡായിട്ട് പരിപാടി കാണാൻ പോകും. വിലാസിനി വരുന്നുട്ടാ. വിലാസിനി വണ്ടി കടി പൂട്ടാ. വിലാസിനി പോയേ മോളെ തൊടണ്ടട്ടാ. എന്നിട്ട് നീ കൈ കണ്ടു വിളങ്ങട. ആ നിന്റെ ചേക്കള ഞാൻ വിളിക്കും. അവിടെ ആരുമില്ല എനിക്ക് വായിൽ ചോറ് കൊടുക്കാൻ. നമ്മള് പരിപാടിക്ക് പോവാണ് ഗായ്സ്. വിലാസിനി പിന്നാലെ പോകുന്നില്ല.
വേറെ തന്നെ മൂടല്ലേ ഇവിടെ വലിയ കിടന്നുള്ളില്ല വീഡിയോ എടുക്കാതെ പോട്ടി. എന്റെ വീട്ടിൽ പുതിയ അതിഥി വന്നിട്ടുണ്ട്. ഹായ് പൊന്നു നൈനുവാ. ഹായ്. ഓക്കെ ഗൂഗിൾ. ഹായ് ഉമ്മൂർത്തോ. ഓക്കെ ചുന്തിരി നൈനോട്. നൈനു എവിടെ? നന്ദുന്റെ അമ്മാർ നൈനുവാ. നീയാണോ? എന്റെ മോളാന്ന്. നൈനു ചിരിച്ചേ. ചാത്തമ്മ ഇങ്ങനെ നോക്കുക. നന്ദു ഇങ്ങനെ കറിയാ. കറിയാറ് നൈനുവാ. നന്ദു കരയണ കാണിച്ചു കൊടുക്കുക. എങ്ങനെ കരയാറ്? നന്ദു ഇങ്ങനെ കരയാറ്. നന്ദു ഇങ്ങനെ ചിരിക്കുക. കുട്ടി ഉറക്കത്തിലായോണ്ടേ. നന്ദു ഇങ്ങനെ കരയാറ്. അയ്യോ അത് പറയാറില്ല കേട്ടോ. ഞങ്ങൾ ഇത്ര നാൾ പറഞ്ഞിരുന്നു. ഇപ്പൊ വയ്യ അല്ലേ നൈനുവാ? ഞാനുണ്ട്. നാക്ക് എവിടെയാ? ചുണ്ടെവിടെ? മൂക്കോ? കണ്ണെവിടെ? കണ്ണ്. മൂക്കോ? മൂക്ക് മൂക്കവിടെ കുട്ടിയുടെ ഉറക്കത്തിലായിട്ട് കിളിയൊക്കെ പോയി. ചെവിയുടെ? കാലെവിടെ?
തലയോ ഗുഡ് ഗേൾ ആണോ? ഒരു മൂടുക്കോ, ഫോണിലും ഒരു മൂടുക്കോ. ഉമ്മ പറയാ ഓക്കെ പോവാം. താറ്റ പറ, ബൈ പറ. ബൈ. ആ ആ ആ കളിക്കുന്നോ? ആ ആ കളിക്കടി കളിക്കടി കളിക്കുന്നോ? ആ സഞ്ജുവിന്റെ തുള്ളലൊക്കെ കഴിഞ്ഞ അഞ്ചു എന്റെ കമ്മലൊക്കെ ഇല്ലേ ഇവിടെ കാത്തില്ല. എന്റെ പൊട്ട അവിടെ സുന്ദരി എവിടെ? ഉപ്പ് കൊടുക്കോ, ഉപ്പ് കൊടുക്കോ? വേണ്ട, ഉപ്പ് കൊടുക്കണ്ട. ഇതാണ് നിങ്ങളുടെ ടീം ഏതാ? പാലഞ്ഞിറങ്ങിയതാ. ആര്? ഞാനും വായിലേക്കാൻ കൊള്ളില്ലാന്ന്. ഉപ്പ് കൂടിന്ന് പറഞ്ഞിട്ട് ചിക്കനില് കള്ളി ഇല്ലേട്ടടി. കറക്റ്റ് ഉപ്പാടി നിന്റെ വിജിക്ക്. എങ്ങനെയാ നിങ്ങളുടെ പരിപാടി? എങ്ങനെയായിരുന്നു നിങ്ങളുടെ പരിപാടി? ഞങ്ങള് കുറവായാലും പവർ ഞങ്ങളൊക്കെ വന്നപ്പോ ഇവിടെ എങ്ങനെയായിരുന്നു? അതെ, ഇവിടെ ആട്ടീനാവാൻ പോയതായിരുന്നു. ഇപ്പൊ തന്നെ വണ്ടിയില് ഒരു വലിയൊരു വണ്ടി ഇങ്ങോട്ട് വന്നതുള്ളൂ. അത് ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ ഞാൻ വെച്ചു കത്തിക്കാന്നേ. ഞങ്ങളുടെ തെയ്യ മഹോത്സവമാണ്. എല്ലാവർക്കും സ്വാഗതം. എല്ലാം കഴിഞ്ഞു. ഒന്നരക്ക ഭ്രാന്ത് അവിടെ എല്ലാരും കയറിക്കൊണ്ടിരിക്കുക. എന്താ പാലം വൺ, പാലം പാലത്തിറങ്ങി. അശ്ശേ 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 പെട്ടു. അപമാനത്തിനാ. അതെ. എങ്ങടെ പോണേ? ഫാനൊക്കെ വെച്ചു കൊടുക്കണു. എനിക്ക് വെച്ചോ? ആ പിടിച്ചടി. എന്താ കാറ്റ് കൊള്ളിച്ചത്? ഇങ്ങനെ ഒരു വട്ടം കുട്ടിക്ക്
അല്ല അമ്മയുടെ എനിക്ക് വെച്ച് തരുമോ? എനിക്ക് വെച്ച് തരും ഒരു അഹങ്കാരം. തരുമോ? ഓക്കെ ഉപ്പ് തരൂ. ഇവിടെ തരുമോ? കണ്ണുമ്പ തരുമോ? ഇവിടെ തരുമോ? ഇവിടെ തരുമോ? ഇവിടെ തരുമോ? ഇവിടെ തരുമോ? അച്ഛനാ അഞ്ചുണ്ടിയാന്ന്. അയ്യോ അഞ്ചുണ്ടിയാന്ന്. അയ്യോ ഉമ്മ കൊടുത്തു. ഉമ്മ കൊടുത്തു. ഉമ്മ കൊടുത്തു. അടിച്ചവള അടിക്ക്. അടിച്ചവളാ അങ്ങോട്ട് നോക്കണ്ടാട്ടാ. എന്റെ കുട്ടി വന്നോടാ. കണ്ട എന്റെ കുട്ടി എന്റെ അടുത്ത് ചാടി. അമ്മയില്ല അവളെ അടിച്ചവള അടിച്ചോ. ഈ കരയിപ്പിക്കല്ലേ കുട്ടീനെ. അവള് കരച്ചിലാണ് തെണ്ടി. അവളെടുത്ത് പോക്കോ. അച്ഛൻ നമുക്ക് കഴിക്കാനായിട്ട് എന്തൊക്കെയുണ്ടെന്ന്? പപ്പടം, കാബേജ് ഉപ്പേരി, ചിക്കൻ, മീൻകറി, അച്ചാർ. അതൊക്കെ അഞ്ചുവിന്റെ സ്പെഷ്യലാണ്. അല്ല അഞ്ചു നിന്റെ സ്പെഷ്യലാണ്. നമുക്ക് കഴിച്ചു നോക്കാം ഗൈസ്. ഓക്കെ അഞ്ചു മോൾക്ക് വിളമ്പി നിങ്ങൾ നല്ലാണ്ട് കൊടുക്കുന്നത് എനിക്ക് തരാൻ. ഗൈസ് നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റുള്ള കറികളാട്ടോ. ഞാൻ മുമ്പേ താങ്ക് യു അഭിച്ചതാ. നമുക്ക് ചിക്കനും കടുമാങ്ങയുടെ പീസ് ഉണ്ടാവില്ലേ? കടുമാങ്ങയുടെ പീസ് ഉണ്ടാവില്ലേ? അങ്ങനെ എടുക്കാം. അപ്പൊ എന്തായാലും വീഡിയോ ഇത്രയുള്ളൂ. എല്ലാ കറികളും അടിപൊളിയായിട്ട് തയ്യാറികള്. ഗൈസ് ഞങ്ങള് എല്ലാം കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ഐസ്ക്രീം കഴിക്കണം ആഗ്രഹം. എനിക്കല്ല, അഞ്ജുന്. അഞ്ജുന് ഉറക്കം വന്നിട്ട് മഞ്ജു. പക്ഷെ നമ്മൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് പൂരപ്പറമ്പിൽ പോവാണ് ഗൈസ്. അപ്പൊ നമ്മൾ പോട്ടെ, എന്നിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കട്ടെ. എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് ആഗ്രഹം ഐസ്ക്രീം കഴിക്കണം. അഞ്ജുന്റെ കയ്യൊന്നും ഇങ്ങനെ കാണിക്കലടി. അഞ്ജുന്റെ കയ്യിൽ അഞ്ജുന്റെ മുഖം ഓർമ്മ വരുന്നത്. അഞ്ചു ഉറക്കത്തിൽ നിന്ന് വരുന്നതാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ. പക്ഷെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഐസ്ക്രീം കഴിക്കട്ടെ ഗൈസ്. അമേരിക്കൻ പറഞ്ഞോണ്ട് ചാത്തൻ തന്നു. ഓക്കെ അമ്മേതാ വേണ്ടില്ല. ചാത്തൻ അമേരിക്കൻ പറഞ്ഞു പറ്റിച്ചു ഗൈസ്. എനിക്ക് അങ്ങനെ ശരിക്കും അമേരിക്കൻ മാർ കിട്ടി ഗൈസ്. വീട്ടിൽ രണ്ടാമത്തെ വേണ്ടില്ല. രാവിലെ അവിടെ അമ്മ എത്രാമത്തെ വേണ്ടില്ല? 50 ഇപ്പൊ എങ്ങനെ ഇതാണ് ശരിക്കും. അല്ല പെട്ടിയിലിട്ടോന്ന് പറഞ്ഞിട്ടത് അമേരിക്കന്മാരാണ്. കിട്ടല്ലേ ഗൈസ്? പൊട്ടിക്കാൻ കിട്ടില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. പോയി തയ്യാറികള്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.